ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര ആ വക്കീൽ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഏതായാലും ഇനി വെച്ച് താമസിക്കാനായിട്ട് പാടില്ല. അയാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ പോയി അയാളെ പിടികൂടണം. എന്നിട്ട് സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണമെന്നും പറയുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ സുമിത്ര നിൽക്കുന്നത്. പക്ഷേ ഈ സമയം തന്നെ പൂജക്ക് വലിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ ഈ പങ്കജ്. അപ്പോൾ പൂജ കട്ടെടുത്തതെന്നാണ് ഈ നമ്മുടെ രഞ്ജിത പറയുന്നത്. അപ്പോൾ എടുത്ത വായിക്കും പങ്കജിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണ് മമ്മി ഗിഫ്റ്റ് കൊടുത്തത്, അവൾ എന്നിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തത്, അവളെ ഞാൻ എന്നിലേക്ക് അടുപ്പിച്ച് അവളെ ഞാൻ കല്യാണം കഴിക്കും, അതിനുശേഷം ആയിരിക്കും ഞാൻ അവളോട് പകരം വീട്ടാനായിട്ട് പോകുന്നത്. ഇതാണ് മമ്മി എൻ്റെ മനസ്സിലിരിപ്പ് എന്നും പങ്കജ് അവിടെ തുറന്നടിച്ച് പറയുകയാണ്. പിന്നീട് ഈ രഞ്ജിതയുടെ ഭർത്താവ് ഈ അജ്ഞാതൻ ഈ വക്കീലാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടല്ലോ. അപ്പോൾ വക്കീലിൻ്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നത്, എൻ്റെ അയൽവക്കക്കാർക്ക് പോലും അറിയാൻ പാടില്ല ഞാൻ ഇവിടെയുള്ള കാര്യം, പിന്നെ നിങ്ങളിങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നാലും വക്കീലേ, കാണേണ്ട സമയത്ത് കാണണമല്ലോ വക്കീലേ, എന്നാലല്ലേ നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഞാൻ വക്കീല് പറഞ്ഞ പൈസയായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് അതിലൊരു 2000 രൂപ കുറവുണ്ട് കേട്ടോ. ഇതൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞ പൈസ, ബാക്കി കാര്യങ്ങളെല്ലാം എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു വക്കീൽ ഇപ്പോൾ തൽക്കാലം അത് പിടിക്കേ, ബാക്കി പിന്നെ നമുക്ക് ആലോചിക്കാന്നേ. അങ്ങനെ പറ്റില്ലല്ലോ, ഞാൻ പറഞ്ഞ പൈസ ഇവിടെ തന്നെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, എത്തേണ്ടടുത്തൊക്കെ എല്ലാ തെളിവുകളും എത്തും. അപ്പം ഇങ്ങനെയും കൂടി ഈ വക്കീൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ മനസ്സിൽ ഇത് പോവുകയാണ്. അപ്പോൾ ഇത് തന്നെയാണോ ആ അജ്ഞാതൻ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കാര്യം രഞ്ജിത നോക്കിക്കോളും. രഞ്ജിതയുടെ കൈ കൊണ്ടായിരിക്കും ഇയാളുടെ അവസാനം. അപ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ വക്കീലേ, ഞാൻ പറഞ്ഞല്ലോ, രഞ്ജിത എൻ്റെ കയ്യിൽ തന്നുവിട്ട പൈസയാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നത്. അധികം താമസിയാതെ ബാക്കി പണവും കൂടി തൻ്റെ കയ്യിലേക്ക് എത്തിക്കാന്നേ. ഇനി അധികം ഞാൻ വെയിറ്റ് ചെയ്യില്ല, എത്രയും പെട്ടെന്ന് പണം എൻ്റെ മുന്നിൽ എത്തിച്ചോളണം എന്നും പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശരി, ഓക്കെ, ഞാൻ എത്തിച്ചോളാം. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിതയുടെ ഭർത്താവ് പടിയിറങ്ങിയാണ്. അപ്പോൾ പടിയിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഇവൻ തന്നെയാണ് അജ്ഞാതൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഇവനെ വെച്ച് പൊറിപ്പിക്കുന്നത് ശരിയല്ല, ഇവനായിട്ട് നല്ലൊരു പണി തന്നെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്കിട്ടായിരിക്കും ഇനി അടുത്ത പണി കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ രഞ്ജിതയുടെ ഭർത്താവ് നേരെ രഞ്ജിതയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ഓഹോ, അപ്പോൾ വക്കീൽ രണ്ടും കൽപ്പിച്ചാണല്ലേ, നമ്മളോട് പൈസ ചോദിക്കാൻ മാത്രം അയാൾ ആയല്ലേ, പിന്നെ അല്ല രഞ്ജിത. ഇനി അജ്ഞാതൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല, അവൻ തന്നെയാണ്. പിന്നെ ദീപുവിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തായിരുന്നല്ലേ, അതൊക്കെ ഞാൻ ദീപുവിന് കൊണ്ട് എപ്പോഴേ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി അവനെക്കൊണ്ട് വലിയ ശല്യം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ആര് കണ്ടു, അവനെക്കൊണ്ട് ഇനി ശല്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഇനി നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല. അവൻ ചോദിക്കുമ്പോൾ പൈസ എടുത്ത് കൊടുത്തേ മതിയാവുള്ളൂ. ഇനി അവൻ പൈസ ചോദിച്ചിട്ട് വരട്ടെ, അതിനുള്ള മറുപടിയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ കൊടുക്കാൻ അറിയാമെന്നും പറയുകയാണ്. അപ്പോഴേക്കും ദീപു ആണെങ്കിൽ ആകെ ചിന്തിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പൈസ പരമശിവത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളതിന് വീണ്ടും എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാം, അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അപ്പം നമ്മുടെ ദീപു ആണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ചിത്ര വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ദീപോട്ട് ഇങ്ങനെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ, ജോലി അന്വേഷിക്കുന്നുണ്ട് ചിത്രയെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജോലി നമുക്ക് മനസ്സ് വിചാരിക്കുമ്പോൾ തന്നെ കിട്ടൂലല്ലോ, അതിനൊരുപാട് അന്വേഷിക്കുന്നുമുണ്ട്. പക്ഷേ എങ്ങും അങ്ങോട്ട് ഒത്തു വരുന്നില്ല ചിത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപു സങ്കടങ്ങളെല്ലാം ചിത്രയോട് പറയാണ്. പക്ഷേ ചിത്രയ്ക്ക് അപ്പോഴും ദീപുവിന് വല്ലാത്ത സംശയമുണ്ട്. പക്ഷെ ഒരു ജോലിയില്ലെന്ന് വിചാരിച്ച് ദീപുവേട്ടന് ഇങ്ങനെയൊന്നും വിഷമിച്ചിരിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു തളരുന്ന കൂട്ടത്തിലുള്ള ആളല്ലല്ലോ ദീപുവേട്ടൻ. അപ്പോൾ ദീപുവേട്ടനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടെത്താനാണ് നമ്മുടെ ചിത്ര ഒരുമ്പിട്ടിറങ്ങുന്നത്. അങ്ങനെ സുമിത്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഈ വക്കീൽ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ വക്കീലിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വക്കീൽ അന്വേഷിച്ച് നേരെ വക്കീലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞ്
വക്കീല് ആ ജനലിൻ്റെ അരികിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആരെയും കാണില്ല. ഇതാരാണ് അവ കോളിംഗ് ബെല്ലടിക്കുന്നത്? വീണ്ടും കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പം നമ്മുടെ വക്കീല് കതക് അങ്ങോട്ട് തുറക്കുകയാണ്. കതക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു സുമിത്ര. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയായി പോയി നമ്മുടെ വക്കീലിന് കിട്ടിയത്. അപ്പോൾ സുമിത്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്താ വക്കീലെ, വക്കീൽ എന്നെ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? സുമിത്ര, നിങ്ങൾ എന്തിനാ ഇവിടെ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാനിവിടെ താമസിക്കുന്നുണ്ടെന്ന്? ദേ സുമിത്ര ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും സുമിത്ര ഏതറ്റം വരെയും പോവുകയും ചെയ്യും. നിങ്ങളെ ഞാൻ കണ്ടെത്തിയില്ലേ വക്കീലെ? ഇനി വക്കീല് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഏതായാലും ഞാനിവിടെ വരെ വന്നേലേ വക്കീലെ, എന്നെ അകത്തേക്കൊന്ന് ക്ഷണിക്കേ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ സുമിത്ര അകത്തേക്ക് കയറുകയാണ്. സുമിത്ര, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് ഒറ്റൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ തയ്യാറാക്കിയ ആ വ്യാജരേഖ അത് വ്യാജമാണോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നൊക്കെ സുമിത്ര പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും വ്യാജരേഖയോ? ഏതു വ്യാജരേഖ? രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവനും രഞ്ജിതയുടെ ഭാഗത്തേക്ക് എങ്ങനെ പോയി? അതാണ് എനിക്കറിയേണ്ടത്. അതെനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. പിന്നെ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ രോഹിത് തന്നെയാണ് രഞ്ജിതയ്ക്ക് എഴുതി വെച്ചത്. അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയോട് ഭയങ്കര തർക്കം. ഒരിക്കലുമില്ല. രോഹിത് അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാനായിട്ട് പോകുന്നില്ല വക്കീലെ. സ്വന്തം മകളെ മറന്ന്, എൻ്റെ കാര്യം വിട്ടേര്, സ്വന്തം മകളെ മറന്നുകൊണ്ട് രോഹിത് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇതൊക്കെ കള്ളത്തട്ടിപ്പാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. രോഹിത്തിന് അറിയാവുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു സുമിത്ര, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യം തന്നെയാണ്. എനിക്കതല്ലാതെ വേറൊന്നും നിങ്ങളോട് പറയാനില്ല. പറഞ്ഞല്ലേ മതിയാവുള്ളൂ. നിങ്ങൾ ആ തയ്യാറാക്കിയ ആ രേഖ അത് വ്യാജമല്ല. അല്ല, ഞാനൊരു വ്യാജരേഖയും തയ്യാറാക്കിയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ നിങ്ങളെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വിളിക്കാൻ നേരത്ത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പം ഇവിടെ താമസിക്കുന്നതും ഒളിവിൽ താമസിക്കല്ലേ നിങ്ങൾ? ഒളിവിലോ? എനിക്ക് അവിടെ നിൽക്കണ്ടെന്ന് തോന്നി. എനിക്കെന്നാ ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാനായിട്ട് പാടില്ലേ? താമസിക്കാനായിട്ട് പാടില്ലേ? അതിനെല്ലാം നിങ്ങളുടെ അനുവാദം വേണം. അങ്ങനെ ഓരോരോ തട്ടാമ്പടിത്തര കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പം ഇത് കേട്ട സുമിത്രയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ ഒരുപാട് തട്ടാമുട്ടിത്തര കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കണ്ട. പല കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രഞ്ജിതയും നിങ്ങളും തമ്മിൽ അന്ന് റോട്ടിൽ വെച്ച് സംസാരിച്ചു. പക്ഷേ എൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരാളെ നിങ്ങൾ അവിടെ വെച്ചത്. പക്ഷേ അതെല്ലാം നിങ്ങളുടെ കള്ളക്കളിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി എൻ്റെ മുന്നിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഞാൻ പോലീസിനെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സകല കള്ളത്തരങ്ങളും പൊളിയും. പിന്നെ നിങ്ങളും രഞ്ജിതയും അഴിക്കുള്ളിലായിരിക്കും. അത് വേണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത തന്നെ കൊല്ലുമെന്ന് ശരിക്കും അറിയാം. അപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അപ്പോൾ ഈ വക്കീലാണെങ്കിൽ സുമിത്ര ഇവിടെ ഇരിക്കുക, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി വക്കീൽ എടുത്തുകൊണ്ട് വാ. അങ്ങനെ വക്കീല് കയറി പോവുകയാണ്. അപ്പോൾ കയറി പോയി കഴിഞ്ഞിട്ട് ദൈവമേ എങ്ങനെയെങ്കിലും ഇവരെ നിന്ന് രക്ഷപ്പെടണമല്ലോ. അങ്ങനെ നമ്മുടെ വക്കീല് ഒരു നിവർത്തിയില്ലാതെ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ഓടുകയാണ്. സുമിത്രയാണെങ്കിൽ ആകെ അന്തിച്ചൊരവസ്ഥ. സുമിത്ര അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സുമിത്ര വക്കീലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പക്ഷെ വക്കീലുണ്ടെന്ന് നിൽക്കുന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലിന് 8ന്റെ പണി കിട്ടൂലേ? അതുകൊണ്ട് വക്കീൽ നിന്നില്ല, ഓട്ടം. അങ്ങനെ വക്കീലിനാണെങ്കിൽ അപ്പോൾ സുമിത്ര വക്കീൽ പോയും കളഞ്ഞല്ലോ. വക്കീലിൽ അപ്പോൾ കള്ളത്തരമുണ്ടെന്ന് ശരിക്കും മനസ്സിലായി. ഇനിയിപ്പോൾ എങ്ങനെയൊന്നും തെളിയിക്കുന്നത്? വക്കീലിനെ എങ്ങനെയും കണ്ടെത്തിയില്ലെങ്കിൽ ആകെ ശരിയാവില്ലല്ലോ. എവിടം വരെ ഓടാനായിട്ട് സുമിത്രയുടെ മുന്നിൽ തന്നെ ചെന്നെത്തുകയും ചെയ്യും. ഈ രഞ്ജിതയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയുടെ എല്ലാ സത്യങ്ങളും ഈ വക്കീലെ പറയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സ്വരമോളായിട്ടൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അനന്യ. അപ്പം അനന്യ കുറേ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. സുമിത്രയെക്കുറിച്ചും കുറേ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. സുമിത്രയെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിക്കണം. അപ്പം അടുത്ത ഇതിൽ തന്നെ നമ്മുടെ അനിരുദ്ധ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യവും സ്വരമോൾ അറിയുകയാണ്. ഡാഡി വരുമല്ലോ. ഡാഡി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ എന്ത് അറിയാനാണ്? എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഇനി ഞാൻ അവരെ എങ്ങോട്ടും വിടില്ല. അവരെവിടെ പോയാലും ഞാൻ അവരോടൊപ്പം തന്നെ പോകുമെന്നൊക്കെ നമ്മുടെ സ്വരമോൾ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനിരുദ്ധ് ഏതായാലും പ്രേമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റില്ലല്ലോ.
അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മുടെ സ്വരമോളും അനന്യയും കൂടി വേറെ വീട്ടിലേക്ക് മാറുകയാണ് അനിരുദ്ധിനെ കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ അനിരുദ്ധ് എത്തുകയാണ് വണ്ടിയിൽ. അപ്പോൾ വണ്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സ്വരമോൾക്കുണ്ടായ സന്തോഷം ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. എൻ്റെ പൊന്നുമോളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിരുദ്ധും സ്വരമോളെ എടുത്തിട്ട് ഭയങ്കര തലയിലേക്ക് കവിള് നെറ്റിയിലൊക്കെ നിറയെ ഓടുകയാണ്. എന്നാലും ഡാഡി വന്നല്ലോ ഡാഡി, എത്ര നാളായി ഡാഡിയെ കണ്ടിട്ട്, ഡാഡിയെ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാനാണ് ഡാഡി, മമ്മിയുണ്ട് ഡാഡി എന്ന് പറയുകയാണ്. അപ്പോൾ മമ്മിയുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അനിരുദ്ധിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അപ്പോൾ നമ്മുടെ അനിരുദ്ധ് വലിയൊരു ഭാവത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. പുതിയ മുഖവും പുതിയ ഭാവത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അനിരുദ്ധ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും തിരക്കിക്കൊണ്ട് നമ്മുടെ അനിരുദ്ധ് നേരെ ഈ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അനിരുദ്ധിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദീപു ആകെ അന്തിച്ച് നിൽക്കുകയാണ്. അനിരുദ്ധോ നീ എപ്പോൾ എത്തി മോനെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്കളെ എനിക്ക് അങ്ങളോട് ചില കാര്യങ്ങളെല്ലാം അറിയാനുണ്ട് അങ്കളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എന്ത് കാര്യങ്ങളെല്ലാം, എന്നാലും സുമിത്ര ഉണ്ട്, സുമിത്രയുടെ ഇതൊക്കെ മാറിയെന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അങ്കളെ എന്നാലും അങ്കിൾ എന്നോട് നുണ പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് അങ്കിളോട് അന്വേഷിച്ചായിരുന്നു. പക്ഷേ അങ്കിൾ എന്നോട് അവിടെ പറഞ്ഞത് അമ്മ മരിച്ചു പോയെന്നാണ്. അതിനെ തുടർന്നാണ് അങ്കിളെ ഞാൻ പുറത്തേക്ക് പോകാനുള്ള കാരണം, പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാനുള്ള കാരണം, എല്ലാത്തിനും കാരണക്കാരൻ അങ്കിളാണ്. എന്തിനാ അങ്കിൾ എന്തിനാണ് എന്നോട് അങ്ങനെയെല്ലാം പറഞ്ഞത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപു എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ ദീപു അതല്ല മോനെ, ഞാൻ പറഞ്ഞു വരുന്നത് നീ വെറുതെ സങ്കടപ്പെടണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. അല്ല സുമിത്രേച്ചിക്ക് ഒരു അനക്കവും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നിൻ്റെ ജോലിയും തടസ്സപ്പെടും, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ദീപുവിനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ എവിടെയാണ് താമസിക്കുന്നത്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളെന്നും ദീപുവിനോട് പറയണം. അപ്പോൾ ദീപു സുമിത്ര എവിടെയാണെന്നുള്ളൊരു കാര്യവും ദീപു പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ സുമിത്രയും അതേപോലെ തന്നെ ഇനി അനിരുദ്ധും കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ദീപുവിനെട്ടിൻ്റെ പണി കിട്ടുമെന്ന് പോലും ഇവർക്കറിയാം. ദീപുവിന് നന്നായിട്ട് തന്നെ അറിയാം. കാരണം അനിരുദ്ധിനോട് അത്രയും കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിവൃത്തിയില്ലാതെ ഇനി പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ദീപ് പറഞ്ഞില്ലെങ്കിൽ ചിത്ര ഉറപ്പായിട്ടും പറയും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ദീപ് കാര്യങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഈ പരമശിവത്തിന് പൈസ കൊടുക്കണം. അപ്പോൾ പരമശിവത്തിനെ വിളിക്കുകയാണ്. പരമശിവത്തിനെ വിളിച്ചിട്ട് ഏതായാലും നന്നായി ദീപു, അല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ കയറി നിന്നെ ആക്രമിക്കേണ്ടി വന്നാനെ എന്നും പറഞ്ഞുകൊണ്ട് ദീപുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ദീപുവിനെ വിളിച്ചപ്പോൾ ഈ ചിത്ര വീട്ടിലുമില്ല. അപ്പോൾ ചിത്രയാണെങ്കിൽ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ദീപു ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഈ പരമശിവത്തിന് പൈസ കൊടുക്കുകയാണ്. പെട്ടെന്നാണ് ചിത്രയും ആ വഴി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന ചിത്ര എന്തൊക്കെയൊരു സംശയം തോന്നിയിട്ട് ആ ദീപുവിനല്ലെന്നൊക്കെ ചിന്തിച്ച് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദീപു ഇയാൾക്ക് പൈസ കൊടുക്കുന്നതാണ് കാണുന്നത്. പരമശിവത്തിന് ദീപോട്ടൻ പൈസ കൊടുക്കുന്നോ? ഇതെന്തിനാണ് ദീപോട്ടൻ പരമശിവത്തിന് പൈസ കൊടുക്കുന്നത്? അപ്പോൾ ഈ ചിത്രയുടെ സംശയങ്ങൾ ഭയങ്കരമായിട്ട് മുറുകയാണ്. അപ്പോൾ ദീപോട്ടനും പരമശിവനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടല്ലേ? അപ്പോൾ ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തിനാണ് പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും ദീപോട്ടൻ ഇത്രയും പൈസ മേടിച്ചത്? എന്നിൽ നിന്നും എന്തിനാണ് ഇതെല്ലാം ഒളിച്ചു വെച്ചത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ചിത്ര പരക്കം മാഞ്ഞ് നടക്കുകയാണ്. ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന്. അങ്ങനെ നമ്മുടെ സുമിത്ര വക്കീലിൻ്റെ പിന്നാലെയും അനിരുദ്ധ് സുമിത്രയെ കാണാനായിട്ട് പോവുകയും പിന്നെ അതേപോലെ തന്നെ ശീതള് വലിയൊരു ദുരന്തത്തിൽ. എന്തുകൊണ്ടാണ് സച്ചിൻ ഇങ്ങനെ ആകാനുള്ള കാരണം? അത് ഇനി ശീതള് തന്നെയാണോ? ഇനിയിപ്പോൾ ശീതളിൻ്റെ ജീവിതത്തിൽ ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സച്ചിൻ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? ഇനി ശീതൾ തന്നെയാണോ സൈക്കോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണമെന്നും പറയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.